ചിന്തകളെല്ലാം കാലം നുള്ളിയെറിഞ്ഞ് ദൂരെ നിന്നു തെന്നൽ ഒരു ശോകനിശ്വാസമായി. ഇത് ആന സ്ഥിരമായി രാത്രി ഇറങ്ങുന്ന സ്ഥലമാണ്. ആണല്ലേ? അതിന്റെ വഴിയാണത്. ഓ, അതിന്റെ ഒരു വഴിയാണ് ആനത്താര അല്ലേ? അതെ അതെ. ഓ, അതെ, ഇവിടെ ആനപ്പിണ്ടവും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പൊ ആന വരുന്ന വഴിയിലൂടെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഹലോ, നമസ്കാരം. നമ്മളങ്ങനെ മറ്റൊരു യാത്രയിലാണ്. ഇപ്പോൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് തന്നെയാണ്. പാലക്കാട് പെരിങ്ങോട്ടുശ്ശേരി എന്ന് പറഞ്ഞ ഒരു കളത്തിലാണുള്ളത്. കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാർക്കറിയാം, നമ്മൾ പെരിങ്ങോട്ടുശ്ശേരി കളത്തിൽ വരികയും അവിടെയുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് ആ വീഡിയോ കാണാത്ത ആൾക്കാർ ആദ്യം ആ വീഡിയോ കാണുക, അതിനുശേഷം ഈ വീഡിയോ കാണുക. എങ്കിൽ മാത്രമേ ഈ വീഡിയോയ്ക്ക് പ്രസക്തി ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരിങ്ങോട്ടുശ്ശേരി കളത്തിലാണ്. ഇവിടെ നമ്മുടെ ഒരു സുഹൃത്ത് മായൻകുട്ടിച്ചേട്ടൻ, അദ്ദേഹം നമ്മളെ ഒരു മനോഹരമായ ഒരിടത്തേക്ക് കൊണ്ടുപോകാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെന്നുള്ളത്. അതെന്താണെന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിനോടൊപ്പം അവിടെ പോയി നോക്കാം. എന്തായാലും മായൻകുട്ടിച്ചേട്ടനും അതോടൊപ്പം തന്നെ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം റെഡിയായിരിക്കുകയാണ് ആ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട്. അനിൽ സാറാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പെരിങ്ങോട്ടുശ്ശേരി കളത്തിൽ നിന്ന് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അനിൽ സാറിനും നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കൾക്കുമൊപ്പം ഞാൻ ബിബിൻ തോമസ്. വെൽക്കം ടു ബീബ്രോ സ്റ്റോറീസ്. നമ്മളങ്ങനെ മായൻകുട്ടിച്ചേട്ടൻ്റെ കൂടെ അദ്ദേഹം കാണിച്ചു തരാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ആ കളപ്പുരയുടെ ആ ഒരു ഭാഗത്തു നിന്ന് ആ സൈഡിലൂടെ കുറച്ച് നടന്ന് മുന്നോട്ട് പോന്നിരിക്കുകയാണ്. നമ്മൾ നടന്നു പോകുന്ന വഴിയിലൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയുള്ള ചെറിയ വീടും അതോടൊപ്പം തന്നെ ആ മലനിരകളുടെ ഭംഗിയൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. നമ്മളിപ്പോൾ നടന്നു പോകുന്ന വഴിയാണെങ്കിൽ പോലും ഒരു പ്രത്യേക ഫീലാണ്. നല്ല ചെറിയ തണുപ്പും നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ഫീലാണ് കണ്ടോ. കാറ്റിൻ്റെയൊക്കെ സൗണ്ട് കേട്ടില്ലേ? ഇപ്പം ഈ സൈഡിലേക്കാണ് കുറേ ഇല്ലികൾ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാവിൻ തോട്ടം കാണാം. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇറങ്ങി ഒരു മാവിൻ തോട്ടത്തിലേക്ക് പോയിരുന്നു. അതിൻ്റെ ഒരു ഭാഗം തന്നെ ആയിരിക്കണം ചിലപ്പോൾ ഇത്. എന്തായാലും ഈ കാണുന്ന വഴിയിലൂടെ നമ്മൾ നടന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം എവിടെയാണോ നമ്മളെ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ സ്ഥലത്തേക്ക് എത്തുന്നതാണ്. അതെന്താണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് പറയാത്തത്. നമുക്ക് അവിടെ എത്തിയതിന് ശേഷം അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്നതിനോടൊപ്പം അദ്ദേഹത്തോട് നമുക്ക് കൂടുതലായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു രക്ഷയില്ല. ഇവിടെ വന്നപ്പം ഒന്നും കൂടെ ഭംഗിയായി. ഒരു ചെറിയ കനാല് ഒഴുകുന്ന വഴിയിലൂടെ ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയാണ്. താഴേക്ക് നോക്കുമ്പം ചെറിയ രീതിയിൽ വെള്ളം ഒഴുകി പോകുന്നതും അതോടൊപ്പം തന്നെ ഈ ഒരു കാടിനുള്ളിലെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈ കാറ്റൊക്കെ ഉള്ളത് നല്ല സുഖമാണ് ഇതിലൂടെ നടക്കാനായിട്ട്. ശരിക്കും നമ്മളൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ പോകുന്നത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷികളുടെയൊക്കെ സൗണ്ട് നമുക്ക് കേൾക്കാം, കാറ്റുകൾ വീശുന്ന സൗണ്ട്, അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള മരങ്ങൾ, വൃക്ഷങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തായാലും ഇങ്ങനെ പതുക്കെ നമ്മൾ ഈ ഒരു കനാലിൻ്റെ സൈഡിലൂടെ അങ്ങ് നടന്നു പോകുന്ന വഴി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രക്ഷയില്ല. നല്ലൊരു അനുഭവം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ആനപ്പിണ്ടമൊക്കെ കിടക്കുന്നുണ്ടല്ലോ. ഇത് ആന സ്ഥിരമായി രാത്രി ഇറങ്ങുന്ന സ്ഥലമാണ്. ആണല്ലേ? അതിന്റെ വഴിയാണത്. ഓ, അതിന്റെ ഒരു വഴിയാണ് ആനത്താര അല്ലേ? അതെ അതെ. ഓ, അതെ, ഇവിടെ ആനപ്പിണ്ടവും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ആന വരുന്ന വഴിയിലൂടെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തായാലും മായൻകുട്ടിച്ചേട്ടൻ പറഞ്ഞു കേട്ടില്ലേ, ആന വരുന്ന വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താമെന്ന്. അപ്പോൾ എന്തായാലും ആനത്താരയിലൂടെ പതുക്കെ അങ്ങ് നടക്കാം ആ ഒരു മനോഹരമായ കാഴ്ച കാണാൻ വേണ്ടി. നമ്മളിപ്പോൾ നടന്നു വന്ന വഴിയാണ് ഈ കാണുന്നത്. ഇത് ചെറിയൊരു ചെക്ക് ഡാമാണ് കേട്ടോ. മഴക്കാല സമയങ്ങളിൽ ഇവിടെ വെള്ളം നിറച്ച് സൂക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. വേനൽക്കാല സമയത്ത് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഈ ചെക്ക് ഡാമിൽ നിന്ന് അവർ കൊണ്ടുപോകും. പിന്നെയും കുറച്ചുകൂടെ ഉള്ളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ കാടുകളും താണ്ടി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും വഴിയില്ല. ഇതിലൂടെയൊക്കെ കഷ്ടിച്ച് വേണം നടന്നു പോകാനായിട്ട്. ചൊറികണങ്ങ് ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു, ഇല്ലെങ്കിൽ കാല് ചൊറിഞ്ഞ് നല്ല സുഖമായിരിക്കും. അങ്ങനെ പിന്നെയും ഭൂപ്രകൃതി ഒന്ന് മാറിയിരിക്കുകയാണ്. നമ്മളങ്ങനെ വനത്തിലൂടെ നടന്ന് പാറപ്പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഫെൻസിങ് കൊടുത്തേക്കുന്നുണ്ടോ? ആ ഒരു ഭാഗത്തൊക്കെ തെങ്ങിൻ തോപ്പുകളാണ്. അവിടെ ചെറിയൊരു കുടിലൊക്കെ കാണാം. ഒരു ട്രാക്ടർ കിടപ്പുണ്ട്. പിന്നെ ഫെൻസിങ് കൊടുത്തിരിക്കുന്നു. ഈ ഫെൻസിങ്ങൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. സാറും നിഖിലൊക്കെ ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ആ ഒരു മനോഹരമായ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ
കുറച്ചുകൂടെ അടുത്ത് മലനിരകൾ കാണാൻ സാധിക്കും, വെള്ളച്ചാട്ടങ്ങൾ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ മായൻകുട്ടിച്ചേട്ടൻ പറഞ്ഞു ആ ഒരു ഭാഗത്തൊക്കെ പറമ്പുകളുമാണ്, അവിടെ നിന്നൊക്കെ മൃഗങ്ങളും മറ്റ് വന്യജീവികളൊക്കെ ഇറങ്ങി വരാറുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ, രക്ഷയില്ല, അടിപൊളി ഒരു സ്ഥലം. ഇവിടെ ഇപ്പം നിലവിൽ ആ ഒരു ഭാഗങ്ങളിലൊക്കെ ആന ഉണ്ടെന്നാണ് പറഞ്ഞത്. പകൽ സമയത്തും ഈ ഒരു ഭാഗത്തേക്കൊക്കെ ആന ഇറങ്ങാറുണ്ട്. രാത്രി ആകുമ്പോഴത്തേനും എല്ലാം കൃഷി സ്ഥലത്തേക്ക് എത്തും. നമ്മൾ നേരത്തെ കണ്ടല്ലോ ആ പച്ചക്കറിയും അതോടൊപ്പം തന്നെ ആ പപ്പായൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലം, അവിടേക്കൊക്കെ വന്ന ആന ഇങ്ങനെ കഴിച്ചിട്ട് പോകുമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഈ ഒരു ചുറ്റുവട്ടത്ത് ആനയുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് മായൻകുട്ടിച്ചേട്ടൻ നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് ഒരുപാട് നേരം നമ്മൾ ഇനി ഇവിടെ നിൽക്കുന്നില്ല, എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാം. കാരണം കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാടാണ്. അപ്പോൾ ആ കാടിൻ്റെ ഭാഗത്തു നിന്നൊക്കെ പെട്ടെന്ന് ആന വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഒരുപാട് നേരം നിൽക്കേണ്ട, ജസ്റ്റ് ഇവിടുത്തെ കാഴ്ചകൾ കാണുക, വിഷ്വൽസ് എടുക്കുക, തിരിച്ചു പോവുക എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കുറേ നടന്ന് മായൻകുട്ടി പറഞ്ഞ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നമുക്ക് മായൻകുട്ടിയോട് തന്നെ ചോദിക്കാം ഏതാണ് ഈ സ്ഥലത്തിന്റെ പേരെന്ന്. അപ്പൊ ഈ സ്ഥലത്തിന്റെ പേരെന്താ? സ്ഥലത്തിന്റെ പേര് കരുതൽക്കുണ്ട്. കരുതൽക്കുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്നൊന്ന് പറഞ്ഞു. ഈ വെള്ളച്ചാട്ടം പലയപ്പണ്ട് കാണുന്ന പലയപ്പണ്ടില്ല, ഇത് അടുത്തുനിന്ന് കാണാൻ പറ്റും. കണ്ടില്ലേ, അടുത്ത് നമുക്ക് കാണാൻ പറ്റും വെള്ളച്ചാട്ടം. ശരിക്കും സൗണ്ട് വരെ, വെള്ളം ചാടുന്നതിന്റെ സൗണ്ട് വരെ നമുക്ക് കേൾക്കാൻ പറ്റും. ഭയങ്കര വൈബായിട്ട് സ്ഥലം. ഇത് ആരും വരാറില്ല അവിടെ. പക്ഷെ എന്താ വെച്ചാൽ ഫോറസ്റ്റിനോട് ചേർന്നുള്ള സ്ഥലമായതുകൊണ്ട് വന്യമൃഗങ്ങളുണ്ട്, കാട്ടാന, അതുപോലെ വലിയ കാട്ടുപന്നികൾ, ഒരുപാട് വന്യമൃഗങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇവിടേക്കാരൻ ആരും വരാറില്ല, അനുവദിക്കില്ല. സമാധാന പ്രശ്നമാണ്. അങ്ങനെ വരികയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ ലോക്കലുമായിട്ട് ഒരാളുമായിട്ട് ഇല്ലാതെ വരാൻ സാധിക്കും. അപ്പൊ അങ്ങ് അവിടെയുള്ള കാട്ടിൽ നിന്ന് ആനകൾ ഇങ്ങോട്ട് വരും. ഇപ്പൊ നമ്മൾ ആ കാട്ടിലുണ്ട്, അവിടെ ആനയുണ്ട്. ഇപ്പൊ അവിടെ ആന ഉണ്ടാവും, പക്ഷെ നമ്മൾ അടുത്ത് പോകുന്നില്ല, നമുക്ക് ഡേഞ്ചർ ആയതുകൊണ്ട് പോകുന്നില്ല. അത് നൈറ്റ് രാത്രി ആകുമ്പോൾ ആ സാധനം ഇതിലൂടെ പറഞ്ഞില്ല, ആനപ്പിണ്ടി കണ്ടില്ലേ ഇപ്പൊ അതിലൂടെ ഇറങ്ങിപ്പോവും. ഇറങ്ങി വരും രാത്രി ഇറങ്ങി താഴെ തെങ്ങ് അതുപോലെ കൃഷിയൊക്കെ നശിപ്പിച്ചിട്ട് രാത്രി തിരിച്ചു പോകും. ഭയങ്കര ബുദ്ധിമുട്ട്. എല്ലാ ദിവസവും വരുന്നുണ്ടോ? എല്ലാ ദിവസവും വരും. എല്ലാ ദിവസവും ഫോറസ്റ്റ് ജീപ്പ് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? മായൻകുട്ടി പറഞ്ഞു നമ്മൾ ഈ കാണുന്ന ഈ മലനിരകൾ നെല്ലിയാമ്പതിയും പറമ്പിക്കുളവും ഉണ്ടല്ലേ? ഇവിടെ നോക്കുമ്പോ അങ്ങേ മൂല പറമ്പിക്കുളമാണ്. അപ്പൊ അവിടെയൊക്കെ ഇഷ്ടംപോലെ വന്യമൃഗങ്ങളാണ്. പറമ്പിക്കുളത്തെ ആനയാണ് ശരിക്കും അവിടെ തീറ്റ കുറയില്ലേ, അപ്പൊ ആ സംഭവം ഇവിടെ താഴത്തേക്ക് ഇറങ്ങി വരും. അങ്ങനെയാണ് അങ്ങനെ അല്ല ഇവിടെയുള്ള ആനയല്ല അത്. ഇവിടെ വന്നപ്പോ സുഭിക്ഷമായ വർഷം കിട്ടിയപ്പോ എന്താ വെച്ചാൽ അവിടെ നിന്ന് പോകുന്നില്ല. അത് ഇവിടെ തന്നെ പ്രസവിച്ച് ഇവിടെ തന്നെ സുഖമായി കിടക്കുകയാണ്. നിങ്ങൾക്കത് ശല്യമാണ്, ഭയങ്കര ശല്യം. രാത്രിയായാലും നമുക്ക് വണ്ടി ഓടിച്ച് നടക്കാൻ പറ്റില്ല. ഒരു ഭയങ്കര പ്രശ്നമല്ലേ. ഫ്രണ്ട് ആന നിൽക്കുന്നുണ്ടാവും ചിലപ്പോൾ. ആന മാത്രമല്ല വേറെ ഏതൊക്കെ മൃഗങ്ങൾ? കാട്ടുപന്നി, മാവ് വെച്ചാൽ നമുക്ക് നെൽകർഷകർക്ക് അല്ല മാവില്ലേ, മാവ് കായാകുമ്പോൾ അതിന് കടിച്ച് തിന്നുക. മാവ് വന്നിട്ട് അത് നല്ല ഹൈറ്റ് ആയിരിക്കുമല്ലോ, ഇത്രത്തോളം ഹൈറ്റിൽ എത്താൻ പറ്റും. അത്രത്തോളത്തിൽ എല്ലാ മാവിനെ കടിച്ചു തിന്നു. മാവ്, കാട്ടുപന്നി, മയില് പിന്നെ എല്ലായിടത്തും നെല്ലാണ് സമയത്ത് നെല്ല് ഊരി 10-100 മൈൽ ഒരുമിച്ച് വന്ന് തിന്നാണ്. അത് ശരി. അപ്പൊ എന്ത് ചെയ്യും നിങ്ങൾ? ഇതിന് ഒന്നിച്ച് ആ സമയത്ത് ഈവനിങ് ഒരു 4 to 7 വരെ നമ്മൾ ചുറ്റും പടക്കം പൊട്ടിച്ച് ഓടിക്കൊണ്ടേയിരിക്കണം. കാരണം ഇവിടെ എത്തുമ്പോൾ അത് അവിടെ വന്നിട്ടും അവിടെ വീണ്ടും അടിവിടെ പിന്നെ വീണ്ടും വന്നിട്ട് ചുരുക്കം പറഞ്ഞ കൃഷി അവസ്ഥയിലാണ്. ഇത് ഭയങ്കര വൈബായതുകൊണ്ട് ജനങ്ങൾക്ക് വന്ന് കണ്ടിട്ട് പോകാനുള്ള അത്രേ ഉള്ളൂ. കർഷകരെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് ഒരു രക്ഷയില്ല. ഇതിനൊരു ഒന്നും നമുക്ക് നടപടി എടുക്കുന്നില്ല. ഭയങ്കര പ്രശ്നത്തിനാണ്. ഇപ്പം മായൻകുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഈ സ്ഥലത്തിൻ്റെ മനോഹാരിതയുടെ മാറ്റം ഒരിക്കലും കുറയുന്നില്ല. ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ തന്നെ അത് കൃഷി ചെയ്യുന്ന ആൾക്കാർക്കുള്ള ബുദ്ധിമുട്ട് മാത്രമാണ് ഉള്ളത്. പക്ഷേ ഈ പ്രദേശത്തിന്റെ സൗന്ദര്യവും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സൗന്ദര്യമാണ്. അപ്പോൾ ഇവിടെ വന്ന ആൾക്കാർ കണ്ടാൽ മാത്രമേ അത് ബോധ്യമാകൂ. നമുക്ക് ഈ ക്യാമറയുടെ ഫ്രെയിമിൽ ഇതിൻ്റെ സൗന്ദര്യമൊക്കെ പകർത്തിയെടുക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ ഇത് ഈ കാഴ്ചകൾ, ഈ മനോഹരമായ കാഴ്ചകൾ കാണേണ്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചടക്കാം. ഇനിയിപ്പോൾ കുറച്ച് ദൂരം നടന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കളത്തിൻ്റെ ഭാഗത്തേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ മായൻകുട്ടിച്ചേട്ടന് പോകണം. അദ്ദേഹം നമ്മളോട് പെട്ടെന്ന് കൊണ്ട് ആ ഒരു സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് കൂട്ടിക്കൊണ്ട് വന്നത്. പിന്നെ കുട്ടീനെയൊക്കെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരേണ്ടൊക്കെ സമയമായി തുടങ്ങി. അതുകൊണ്ട് അദ്ദേഹം കുറച്ച് തിരക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി അധികം വൈകിപ്പിക്കുന്നില്ല. ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് തിരിച്ചു നടക്കാം. അപ്പോൾ ഒരു കാളവണ്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാളവണ്ടിയിൽ ഈ പാടത്തുകൂടെ ഒരു റൈഡ് പോയാൽ എങ്ങനെ ഇരിക്കും? ഒരു കിടിലൻ അനുഭവമായിരിക്കുമല്ലോ. അപ്പോൾ കാളവണ്ടി വന്നു കഴിയുമ്പോഴത്തേനും ഈ പാടത്തിൻ്റെ നടുവിലൂടെ നമുക്ക് കാളവണ്ടിയിൽ ഒരു റൈഡ് പോകാം. അപ്പോൾ അദ്ദേഹം വരാനായിട്ടൊരു 10 മിനിറ്റ് എടുക്കും പറഞ്ഞു. കുറച്ചേരം വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് അത് വന്നതിന് ശേഷം കാളവണ്ടിയിൽ ഒരു ചെറിയ റൈഡ് നടത്താം.
ഇർഷാദ്. ഇപ്പോൾ പരിചയപ്പെട്ട വലിയ സന്തോഷം. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ സാരഥി. ഇപ്പോൾ എത്ര വർഷമായി ഇത് ഓടിക്കാൻ തുടങ്ങിയിട്ട്? 20 വർഷമായിട്ട്. അതെ അല്ലേ? ഓ അത് ശരി. റേസിനൊക്കെ പോകാറുണ്ട്? അത്യാവശ്യം പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഹോബിയാണ്. ഓ ശരി ശരി. ഇപ്പോൾ അടുത്ത് എവിടെയാണ് പോയത്? ലാസ്റ്റ് പോയത് തമിഴ്നാടാണല്ലേ ഏറ്റവും കൂടുതലുള്ളത് അല്ലേ? കോയമ്പത്തൂരൊക്കെയാണ്. ഓ ശരി ശരി. അപ്പോൾ ഇതാ നമ്മുടെ കാളവണ്ടി സെറ്റായിട്ടുണ്ട്. ഈ ഒരു മലയുടെ താഴ്വാരത്ത് ആ കളപ്പുരയോട് ചേർന്ന് ആ കാളവണ്ടി നിൽക്കുന്നത് കാണാനായിട്ട് എന്താ ഒരു ഭംഗി അല്ലേ? എന്തായാലും ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ നമുക്കിനി ആ കാളവണ്ടിയിൽ ഒരു ചെറിയ റൈഡ് പോയിട്ട് വരാം. അപ്പോൾ എന്തായാലും ഇദ്ദേഹം തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഒന്നും കൂടെ താങ്ക് യു, നല്ല ഒരു റൈഡൊക്കെ തന്നതിന്. അപ്പോൾ ശരി, നടക്കട്ടെ. ഓക്കെ, ഇനി വരുമ്പോൾ കാണാം. ഓ അപ്പോൾ ഇതാ നമ്മളങ്ങനെ റൈഡ് പോയ കാളവണ്ടി പറപ്പിച്ചു പോന്നു. അതിൻ്റെ പുറകെ ഒരു നായ ഓടുന്നുണ്ടോ, അത് എപ്പോഴും അതിൻ്റെ കൂടെ ഉള്ളതാണെന്നാണ് അദ്ദേഹം പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും റൈഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നല്ല വിശപ്പായി. ഇപ്പോൾ ഓൾറെഡി നല്ല സമയം കഴിഞ്ഞു, ഉച്ചഭക്ഷണം കഴിക്കേണ്ട സമയം കഴിഞ്ഞു. എന്തായാലും നമുക്ക് അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാം. ഫുഡ് അവിടെ ഊണുണ്ട്. ഊണ് കഴിക്കേണ്ട ഒരു സമയം കഴിഞ്ഞെങ്കിലും അവർ നമുക്ക് വേണ്ടി ഒരു ഊണ് തരാൻ തയ്യാറായിട്ട് നിൽപ്പുണ്ട്. നിങ്ങൾ റൈഡൊക്കെ പോയിട്ട് വാ, അന്നേരത്തിനും ഊണ് റെഡിയാക്കി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി ഫുഡൊക്കെ കഴിക്കാം. കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള യാത്രകളും മറ്റു കാഴ്ചകളൊക്കെ കാണാം. കുളിർമാരിയായി പെയ്തു നീ ആത്മാവിലെ പൂങ്കോടിയിൽ വൈഡൂര്യമായി വീണു നീ നീരവരാവിൽ ശ്രുതി ചേർന്നുവെങ്കിൽ മൃദുവരമായി നിൻ ലയമഞ്ജരി. അപ്പോൾ എന്തായാലും ടീച്ചറെ നല്ല ഫുഡായിരുന്നു, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ തിരിച്ചിറങ്ങാണ്. അമ്മച്ചിയുടെ പേരെങ്ങനെയാണ്? കല്യാണി. ഇവിടെ നമ്മുടെ കുക്ക് ഭക്ഷണം ഉണ്ടാക്കി നാടൻ രീതിയിലുള്ള ഭക്ഷണം തയ്യാറാക്കി തരുന്ന നമ്മുടെ കുക്ക്. ഓ ശരി ശരി, അതെ അല്ലേ? അപ്പൊ അമ്മച്ചിയെ പരിചയപ്പെട്ടതിൽ സന്തോഷം. അപ്പൊ ശരി ടീച്ചറെ, ഇനി കാണാം. ഓ ശരി, ഓക്കെ. ഓ അതെ അതെ, തീർച്ചയായും. പ്രകൃതി ഭംഗി ആസ്വദിച്ച് തിരിച്ചു പോകും. പ്രകൃതി ഫുഡൊക്കെ കഴിച്ച് അല്ലേ? ശരി ടീച്ചർ, എന്നാ. ഓ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളിനി തിരിച്ചു പോവുകയാണ് കേട്ടോ. തിരിച്ചൊരു മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അത് എന്താണെന്നുള്ളതൊക്കെ വഴിയെ പറയാം. എന്തായാലും നമുക്ക് ഗ്രാമക്കാഴ്ചകൾ അവസാനിക്കുന്നില്ല. കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ഇനിയും വളരെ മനോഹരമായ ഗ്രാമക്കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് തൽക്കാലം നമുക്ക് ഈ കളത്തിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. കുറച്ച് ദൂരം മുന്നോട്ട് വന്ന് സീതാർകുണ്ട് പോകുന്ന വഴിയിൽ താമരപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ വളരെ മനോഹരമായൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഒരുപാട് സ്ഥലത്ത് വിശാലമായി കൃഷി ചെയ്തിരിക്കുന്ന നെൽപ്പാടവും അതിൻ്റെ ഓരത്തായിട്ട് ഒരു ചെറിയ പഴയ വീട് നമുക്ക് കാണാം. ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടം വരെ എത്തിയില്ല, അതിന് മുന്നേ നമ്മൾ വാഹനം പാർക്ക് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെ കുറച്ച് ചേച്ചിമാർ പാടത്ത് പണിയെടുക്കുന്നുണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ വാഹനം ഒന്ന് നിർത്തിയതാണ്. അവരുടെ അടുത്ത് പോയിട്ട് ജസ്റ്റ് അവരോടൊന്ന് സംസാരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നു ഇനി വരുമ്പോൾ എന്തായാലും ഞങ്ങളിവിടെ ഉണ്ടെങ്കിൽ വരണം, വന്ന് കണ്ടിട്ടേ പോകാവുള്ളൂ എന്ന്. അപ്പോൾ എന്തായാലും അവിടം വരെ ഒന്ന് പോയിട്ട് ജസ്റ്റ് അവരോടൊന്ന് സംസാരിച്ചിട്ട് ആ ഒരു താമരപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് ആ വീട് സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകാം. അല്ല സാറേ, അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം പിന്നെയും ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നും എന്താണ് ഒരു വ്യത്യാസം തോന്നുന്നത്? കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് ഒരു പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മഴയായിരുന്നല്ലോ. അതെ. അപ്പോൾ മഴ ഉണ്ടായിരുന്ന സമയത്ത് കുറെ കൂടെ പ്രകൃതി കുറച്ചുകൂടെ ആർദ്രമായിരുന്നു. അപ്പോൾ അന്ന് പൊതുവെ കുറച്ചുകൂടെ പച്ചപ്പുണ്ടായിരുന്നു. പിന്നെ കിഴക്ക് ഭാഗം, നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ കിഴക്ക് ഭാഗം അതിലിടുന്ന നെല്ലിയാമ്പതി മലകളുടെ മുകളിലൊക്കെ കോടമഞ്ഞുകൾ ഇങ്ങനെ പാറി പാറി നടക്കുന്ന നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വന്നപ്പോൾ കേരളത്തിൽ പൊതുവെ മഴയില്ലാത്തൊരവസ്ഥയാണ്. അത് പാലക്കാടും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ കാണാൻ കഴിയുന്നത് നെൽച്ചെടികളൊക്കെ നട്ട് ഒരു പാതി വളർന്നൊരവസ്ഥയിലാണ്. എവിടെ നോക്കിയാലും വളരെ ഹരിതാഭമായ കാഴ്ചയാണ്.
പിന്നെ ഈ നെൽവയലുകളുടെ ഓരങ്ങളിൽ തെങ്ങും കരിമ്പനകളുമൊക്കെ നിൽക്കുന്നത് കൊണ്ട് അതൊരു കോൺട്രാസ്റ്റിംഗ് ഫീലാണ്. ഒരു പ്രത്യേക സൗന്ദര്യമാണ് ഈ പ്രദേശത്തിന് നൽകുന്നത്. ഇതുകൂടാതെ ഈ പ്രദേശത്തിൻ്റെ കിഴക്ക് ഭാഗം അതിരിടുന്ന നെല്ലിയാമ്പതി മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരുപാട് അരുവികളുണ്ട്. താഴെ നിന്ന് നമ്മൾ നോക്കിക്കാണുമ്പോൾ ഈ മലനിരകളിൽ അങ്ങോളം ഇങ്ങോളം വെള്ളി കൊലുസ് താഴോട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു കാഴ്ചാനുഭവമാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ നമ്മളിവിടെ എത്തിച്ചേർന്നിട്ട് നമ്മൾ ഈ വയൽവരമ്പിലൂടെ കുറേ ദൂരമൊക്കെ നടന്ന് സഞ്ചരിച്ചു. കർഷക തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകൾ ഇവിടെ പാടത്ത് പണിയെടുക്കുന്നുണ്ട്. അവരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇപ്രാവശ്യം പാലക്കാട് വളരെ കുറവാണ് മഴ. അത് കാരണം മഴയുടെ ദൗർലഭ്യം കൃഷിയെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നാണ് അവർ നമ്മോട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇതാ നമ്മളങ്ങനെ താമരപ്പാടത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായ ആ പഴയ വീട് കാണാം. പ്രത്യേകിച്ച് ഈ വയലോരത്ത് അത് സ്ഥിതി ചെയ്യുന്നത് കാണാനായിട്ടൊരു പ്രത്യേക ഫീലാണ്. ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പം ആ വീടും ആ മലയുമാണ് പ്രധാന ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുക. നല്ല കാറ്റുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കില്ല. ഊരാകെ തിണ്ടുന്നോരമ്പലപ്രാവുകൾ നാടാകെ പാടിയപ്പോൾ കള്ളക്കഥ കാട്ടുതീയായി പടർന്നു. കാകനെ സ്നേഹിച്ച കാവളം പെൺകിളി കഥയറിയാതെ നിന്നു. പിന്നെ പിന്നെ കാതരയായി കരഞ്ഞു. അങ്ങനെ അവിടെ നിന്നുള്ള വിഷ്വൽസ് ഒക്കെ എടുത്തതിന് ശേഷം തിരിച്ചു വന്ന് കാറിൽ കയറി കേട്ടോ. നല്ല കാറ്റ്. ഞാൻ പറഞ്ഞല്ലോ അവിടെ നിന്ന് ഒന്നും സംസാരിക്കാനായിട്ട് പറ്റില്ല, അത്രയ്ക്കും കാറ്റാണ് വീശുന്നത്. എന്തായാലും വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു നമ്മുടെ നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വാരത്തായിട്ടാണ് ആ ഒരു വയലും അതോടൊപ്പം തന്നെ ആ വീടൊക്കെ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത്. എന്തായാലും അത് വളരെ ഹൃദ്യമായൊരു കാഴ്ച എന്ന് തന്നെ വേണം എടുത്തു പറയാനായിട്ട്, അല്ല സാറേ? അതെ അതെ, തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ നേരത്തെ നിന്ന ഭാഗത്ത് നിന്ന് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴേ ഈ നെല്ലിയാമ്പതി മലയുടെ അടിവാരത്ത് എത്തിച്ചേർന്നു. ഇവിടെ ഒരു എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള ഒരു ദൃശ്യം എന്ന് പറഞ്ഞാൽ ഈ മലയുടെ ഒരു പശ്ചാത്തലത്തിൽ അവിടെ ഒരു ചെറിയൊരു വീടുണ്ട്. അതൊരു പിക്ചർ ഫ്രെയിമിന്റെ പോലുണ്ട്. അത് കണ്ടിട്ട് ചില പിക്ചർ ഫ്രെയിംസ് ഉണ്ടല്ലോ നമ്മൾ ചെവരി തൂക്കുന്ന, അതിലുള്ള പോലെ ഒരു മലയിൽ അവിടെ ഒരു വീട്, നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കുട്ടികൾ വരയ്ക്കുന്ന പോലത്തെ ഒരു പിക്ചർ ഫ്രെയിമിന്റെ അത്രയും ഭംഗിയുള്ള ഒരു ഫ്രെയിമാണത്. അതെ അതെ, അത് നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയാണ്. ആ വീട് ഒരു നല്ലൊരു ഹൈലൈറ്റ് തന്നെയാണ്. അതാണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയുള്ള സമയങ്ങളിൽ ആ മലയുടെ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത്, അതായത് വെള്ളച്ചാട്ടം, അത് കാണാനായിട്ട് വേറൊരു ഫീലാണ് കേട്ടോ. മഴക്കാലത്താണെങ്കിൽ ആ വീടും ആ നെൽവയലും അതോടൊപ്പം തന്നെ ആ ഒരു മലനിരകളും വെള്ളച്ചാട്ടമൊക്കെ കാണുമ്പോൾ ആ ഒരു ഫ്രെയിം ഒരു രക്ഷയില്ലാത്തൊരു ഫ്രെയിമാണ്. നമുക്കറിയാം ഈ കഴിഞ്ഞിടയ്ക്ക് ഏറ്റവും കൂടുതൽ വൈറലായ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ താമരപ്പാടമാണ്. പിന്നീടുള്ളത് കുടിലിടമാണ്. കുടിലിടത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പോയിരുന്നു. ഈ താമരപ്പാടം കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ നല്ല തിരക്കാണ്. ട്രാഫിക് ബ്ലോക്ക് വരെ അവിടെ ഉണ്ടാകാറുണ്ട്. അത്രയും തിരക്കാണ് ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കാണാത്ത ആൾക്കാരുണ്ടാവും. എന്തായാലും ഈ ഒരു സ്ഥലം വന്ന് കാണണം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് വിഷ്വൽസ് എടുത്തിട്ട് പോവുകയാണ് ചെയ്തത്. ഇന്ന് എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ അത്യാവശ്യം ഡ്രോണൊക്കെ പറപ്പിച്ചു. ഡ്രോൺ വിഷ്വൽസ് നിങ്ങൾ കാണുന്നില്ലേ? അപ്പം ആകാശത്തു നിന്നുള്ള ആ ഒരു വ്യൂ, അത് ഒന്നും പറയാനില്ല, അത് വേറെ ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ബ്യൂട്ടിഫുൾ ആണ്. ആ ഒരു പരന്ന് നമ്മൾ കാണുമ്പോഴത്തേനും ആ നെൽവയലും ആ ഒരു വീടും ആ മലനിരകളൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നിഖിലാണ് നമുക്ക് വേണ്ടി ഈ ഡ്രോൺ വിഷ്വലൊക്കെ എടുത്തു തന്നേക്കുന്നത്. അതുകൊണ്ട് നിഖിലിന് പ്രത്യേക താങ്ക്സ് പറയുന്നു. അദ്ദേഹം ഡ്രോൺ അത്യാവശ്യം നല്ല രീതിയിൽ പറപ്പിക്കുന്ന ഒരാളാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ഇൻസ്റ്റയിലും അതോടൊപ്പം തന്നെ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നല്ല നല്ല ഡ്രോൺ ഷോട്ടുകളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. പിന്നെ ഡ്രോൺ പറപ്പിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു കഴിവ് തന്നെയാണ്, അത് പറയാതിരിക്കാൻ വയ്യ. ഒന്നാമത് ഈ സാധനം മുകളിലേക്ക് പോയിട്ട് തിരിച്ചു കിട്ടുന്നവരെ സമാധാനമില്ല. ഈ ഡ്രോൺ വിഷ്വൽസ് ശരിക്കും അനുവാദമുള്ളിടത്ത് മാത്രമേ നമുക്ക് പറപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ യാത്രകളിലും ഡ്രോൺ പറപ്പിക്കാത്തത്. അതല്ലെങ്കിൽ നല്ല രസമായിരിക്കും ഡ്രോണൊക്കെ കാണുമ്പോഴത്തേനും, പ്രത്യേകിച്ച് ഗ്രാമക്കാഴ്ചകളൊക്കെ. പിന്നെ ആ ഒരു സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വളരെ മനോഹരമായ ഒരു ആര്യവേപ്പ് നിൽപ്പുണ്ട് അല്ലേ? ആ പാടത്തിന്റെ നടുവിൽ ഒരു ആര്യവേപ്പ് നിൽപ്പുണ്ട്. അത് ഒരു കാര്യം ശ്രദ്ധിച്ചെന്ന് വെച്ചാല് ആര്യവേപ്പ് നിറയെ പൂത്തു നിൽക്കുകയാണ്. മനോഹരമായ പൂക്കളാണത്. ഞാൻ ശരിക്കും ആദ്യമായിട്ടാണ് ഒരു ആര്യവേപ്പ് പൂത്തു നിൽക്കുന്നത് കാണുന്നത്. നീ എങ്ങനെയാണ്? ഞാനും അങ്ങനെ കണ്ടിട്ടില്ല. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആര്യവേപ്പ് ഉള്ളത് തമിഴ്നാട്ടിലാണ്. നമ്മുടെ യാത്രയിൽ ഒരുപാട് ആര്യവേപ്പ് മരങ്ങൾ നമുക്ക് തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഇതുപോലെ പൂത്തു നിൽക്കുന്ന ഒരു ആര്യവേപ്പ് ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. അതൊരു വെറൈറ്റി കാഴ്ച തന്നെയായിരുന്നു. അതിന്റെ പൂവും അതിമനോഹരമായിട്ടുള്ള പൂക്കളാണ്. നല്ല രസമുള്ള റോസ്
പിങ്ക് കളർ, ഔട്ടർ സൈഡിൽ ഒരു പിങ്ക് കളറും ഉൾവശത്ത് കുറച്ചുകൂടെ കടുപ്പത്തിലുള്ള പിങ്കുമായിട്ട് അതെ അതെ അതെ, നല്ല രസമുള്ള ഒരു നല്ലൊരു മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് ആൾക്കാർ ആ ഒരു സ്ഥലത്ത് വന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അത് കറക്റ്റ് ഒരു ലൊക്കേഷനാണ് ഫോട്ടോ എടുക്കാനും അല്ലെ, ഒരു ഫോട്ടോഗ്രാഫിക് സ്പോട്ടാണ്. ഫോട്ടോഗ്രാഫിക് സ്പോട്ടാണ് കറക്റ്റ്. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്നത് വീഡിയോ ഒക്കെ എടുക്കുന്നത് ആ ഒരു സ്ഥലത്ത് നിന്നാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ വരുമ്പോഴും അതുപോലെ ആ ഒരു സ്ഥലത്ത് പോവുക, അവിടെ നിന്നുള്ള ആ ഒരു വിഷ്വൽസ് ഒക്കെ ഫോട്ടോസും അതോടൊപ്പം തന്നെ വീഡിയോസ് ഒക്കെ ചിത്രീകരിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോകാം. ഇതിന്റെ ഒരു അറ്റം വരെ പോയിട്ട് ഈ ഒരു വഴി, അതായത് താമരപ്പാട സ്ഥിതി ചെയ്യുന്ന ആ റൂട്ടിലൂടെ ഇതിന്റെ അവസാനം വരെ പോയിട്ട് നമുക്ക് തിരിച്ചു വന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാം. എന്താണ് ഇതിന്റെ അവസാനം എന്നുള്ളത് നമുക്ക് കാണണ്ടേ. കഴിഞ്ഞ പ്രാവശ്യം തിരക്കിട്ട് വന്നുകൊണ്ട് ഈ ഒരു റോഡ് അവസാനിക്കുന്നിടത്ത് വരെ ഒന്നും പോയില്ല. ജസ്റ്റ് ആ ഒരു താമരപ്പാടം കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്തത്. ഇന്നിപ്പോൾ എന്തായാലും തിരക്കില്ലാത്തതുകൊണ്ട് ഇതിന്റെ അറ്റം വരെ പോയിട്ട് എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത് നമുക്കൊന്ന് പോയി കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ താമരപ്പാടം ആ വഴിയിലൂടെ നേരെ മുന്നോട്ട് വന്ന് ഇതിന്റെ അവസാനം വരെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വരെ നമുക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റ് ആണ്. എൻ്റെ തൊട്ട് പിറകിലേക്ക് നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് ആ മലയിൽ നിന്ന് ഒഴുകുന്ന വെള്ളച്ചാട്ടങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഏറ്റവും അടുത്ത് കാണുന്നത് സീതാർകുണ്ട് വെള്ളച്ചാട്ടം തന്നെയാണ്. അതിന്റെ അടിഭാഗത്തായിട്ട് നമുക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ ഒരുപാട് ആൾക്കാർ പോകാറുണ്ട്. ഇപ്പോൾ അങ്ങോട്ട് അനുവാദമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. അത് വേണമെങ്കിൽ ഒന്ന് ചോദിച്ചിട്ട് പറയാം. ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മളെന്തായാലും കുളിക്കാനായിട്ട് പോകുന്നില്ല. നമ്മുടെ ആദ്യ പാലക്കാട് യാത്രയിൽ നമ്മൾ അവിടെ കുളിച്ചിരുന്നു. ഇപ്പോൾ അങ്ങോട്ട് വേലിയൊക്കെ കെട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അറിയില്ല എന്താണെന്നുള്ളത് പോയി അന്വേഷിച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അവസാനം വന്നു കഴിയുമ്പോൾ, ഈ ഒരു സീതാർകുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവസാനം എത്തിക്കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഈ വെള്ളച്ചാട്ടവും കുളിയും അതോടൊപ്പം തന്നെ ഈ മലനിരകളുടെ ഭംഗിയൊക്കെയാണ് നമുക്ക് കുറച്ചുകൂടെ അടുത്ത് ആസ്വദിക്കാനായിട്ട് സാധിക്കുക. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്കിനിയിപ്പോൾ തിരിച്ചു പോകാം. പിന്നെ അവിടെ പേ ആൻഡ് പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കാർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ പാർക്ക് ചെയ്യാം. പിന്നെ ചെറിയ ഷോപ്പുകളുണ്ട്, ടീ ഷോപ്പുകളുണ്ട്. നമുക്ക് ചായ കുടിക്കാം. അതോടൊപ്പം തന്നെ ഐസ്ക്രീമൊക്കെ വിൽക്കാനായിട്ട് ചെറിയ ഓട്ടോക്കാരൊക്കെ വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകാമെന്നായിരിക്കും. പിന്നെ വരുന്ന വഴിയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ, കുറേ വീടുകളൊക്കെ കാണാം കേട്ടോ. ഒരു പാറയുടെ മുകളിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. ആ ഒരു ഭാഗത്തൊക്കെ കുറേ വീടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഇതിൻ്റെ ഏറ്റവും അവസാനമായ സീതാർകുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക്, അതായത് ആ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. ഇനിയിപ്പോൾ അതൊക്കെ തിരിച്ചു പോകാം. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, വെള്ളച്ചാട്ടത്തിലേക്ക് അങ്ങോട്ട് പോകാനുള്ള അനുവാദമുണ്ടോ എന്നുള്ളത് പോയി ചോദിച്ചിട്ട് കൂടെ വരാം. എന്നിട്ട് അത് ഞാൻ പറയാം കേട്ടോ. ചേട്ടാ നമസ്കാരം. പേരെങ്ങനെയാണ്? ഹക്കീം. ഇവിടെ പേ ആൻഡ് പാർക്കിങ്ങിൽ ഇരിക്കുന്നല്ലേ. ഇവിടെ ഇപ്പം ആ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ പറ്റുമോ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ? നീന്തൽ അറിയണം മെയിനായിട്ട്. വെള്ളത്തിൽ ഒഴുക്കുണ്ടോ പിടിക്കണോ നോക്കാം. എന്നിട്ട് പെട്ടെന്നായിരിക്കും മലയിൽ മഴ പെയ്താൽ മൊത്തമായിട്ട് വരിക, വെള്ളം വരും അല്ലേ. അങ്ങനെ സമയങ്ങളിൽ അവിടെ ഫോറസ്റ്റിന്റെ വാച്ചർമാർ പറയും. ഓഹോ, നിലവിലെ വാച്ചർമാരുണ്ടാവും അവിടെ. വാച്ചർമാരുണ്ട്. അപ്പൊ അവര് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാം, പറ്റില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പോരണം. കൂടുതൽ ആൾക്കാര് മൊത്തം ഇവിടുന്ന് മഴ പെയ്തിട്ട് വെള്ളം വരുന്നത് അറിയില്ലേ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് മൊത്തമായിട്ട് പെട്ടെന്ന് വെള്ളം വരുമ്പോ പല ആൾക്കാർക്കും ഇവിടെ എങ്ങനെ വെള്ളം കൂടണമെന്ന് അറിയില്ല. മലയുടെ മുകളിൽ പെട്ടെന്നായിരിക്കും വെള്ളം കൂടി വരുന്നത്. എന്നുവെച്ചാൽ ഒരു 10 മിനിറ്റ് മുകളിൽ പെയ്ത് കഴിഞ്ഞാൽ മൊത്തം വരും. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ മൊത്തം കൂടുതൽ ആൾക്കാർ കുളിക്കുന്ന സമയത്ത് ചിലപ്പോൾ മൊത്തം അടിച്ചടിച്ച് പോകും. അതുകൊണ്ടാണ് അവര് മഴ പെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് സമ്മതിക്കാറല്ലേ. ശനി ഞായറും ദിവസങ്ങളിൽ എന്തായാലും നല്ല തിരക്കല്ലേ അവിടെ? അവരുണ്ടാവും. ശനി ഞായറും ദിവസങ്ങളാണ് പ്രധാനമായിട്ടും അല്ലേ? ഓ ശരി ശരി ശരി. അപ്പോൾ വാച്ചർമാരുള്ളതുകൊണ്ട് വേറെ പേടിക്കാനൊന്നുമില്ല. ഇവിടെ കുറച്ച് അപകടങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. കുണ്ടും പെട്ടെന്ന് കുഴിയുള്ളതുകൊണ്ടല്ലേ പലവർക്കും അറിയാം. ഓ ശരി ശരി ശരി. പലവരും പുറമേ വരുന്നതുകൊണ്ട് തീരെ അറിയാത്തവരുണ്ട്. ശരി ശരി. അപ്പോൾ ശരി, ശ്രദ്ധിച്ചാൽ ക്ലിയർ ആയി. ഓ ശരി ശരി. അപ്പോൾ താങ്ക് യു. ഓക്കെ, ശരി. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ ആ ഒരു സ്ഥലത്ത് നിന്ന് തിരിച്ചു പോവുകയാണ് കേട്ടോ. നല്ല ബ്ലോക്കാണ് ഈ ഒരു ഭാഗത്തൊക്കെ. ആൾക്കാർ നോക്കണേ. കുഴപ്പമില്ല, പോട്ടെ. നല്ല ബ്ലോക്ക്, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഈ ഒരു സ്ഥലം കാണാനായിട്ട്. വഴിയാണെങ്കിൽ പാറയുടെ അവിടെ നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് വന്നു കഴിയുമ്പോഴത്തേനും പിന്നെ മോശമാണ്. ടാറിംഗ് റോഡ് കഴിഞ്ഞാൽ പിന്നെ മൺപാതയാണ്. അവിടെ കുറേ കുണ്ടും കുഴിയൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. കുറച്ച് ദൂരമേ ഉള്ളൂ, ഏകദേശം ഒരു 1/2 കിലോമീറ്ററേ ഉള്ളൂ വഴി മോശമായിട്ട്. അതോടൊപ്പം തന്നെ വഴിക്ക് വീതിയും കുറവാണ്. അഥവാ വരികയാണെങ്കിൽ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്ത് വരിക. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്, തിരിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. സ്ഥലത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. അത് എന്താണെന്നുള്ളത് ഒന്ന് ആലോചിക്കട്ടെ. എങ്ങോട്ട് പോകണം എന്നുള്ളതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് അത് വഴിയേ പറയാം. നമ്മളങ്ങനെ തിരിച്ചു പോകുന്ന വഴിയിൽ വളരെ യാദൃശ്യമായിട്ട് ഒരു ചെറിയ വീട് കണ്ടു കേട്ടോ. അതിന്റെ മുന്നിലായിട്ട് ഒരു അമ്മച്ചി ഇരിപ്പുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ പാറയുടെ മുകളിലൂടെയാണ് നമ്മൾ വന്നതെന്നുള്ളത്. അപ്പൊ ആ ഒരു വഴിയിൽ തിരിച്ചു വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. അപ്പൊ ഈ അമ്മച്ചിയെ കണ്ടപ്പോഴത്തേനൊന്ന് വർത്താനം പറഞ്ഞിട്ട് പോകാം എന്ന് വിചാരിച്ചു. അമ്മയുടെ പേരെങ്ങനെയാണ്? കല്യാണി. എത്ര വയസ്സായി? 80 വയസ്സ് കഴിഞ്ഞു. ഓ ശരി ശരി. അമ്മച്ചി ഒറ്റയ്ക്കാണ് അവിടെ താമസിക്കുന്നേ?
അതെ അല്ലേ? അങ്ങനെ ഇരിക്കണു. ഓ, ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? ഞാനിതൊത്തിരി തേങ്ങയിലേന് വെട്ടിയിട്ടതാണ്. ഓ, തേങ്ങ വെട്ടിയിട്ടതാണ്. ഓ, ഇത് കടയിൽ കൊടുക്കും. ആട്ടാലോ? ഓ, ആട്ടാൻ വേണ്ടി കൊണ്ടുപോകാൻ. എണ്ണയാട്ടെ. ഓ, എണ്ണയാട്ടാൻ. ശരി ശരി. ഫോട്ടോ എടുത്തോളേ, മക്കളെ എടുത്തോളേ. നല്ല രസമാണ് സംസാരിക്കാനായിട്ട്. ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ട് വന്നപ്പോ അമ്മച്ചി പറയാണ്, ബാബാ ഫോട്ടോ എടുത്ത് എത്ര വേണമെങ്കിലും എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞു. അമ്മച്ചിയുടെ ചിരിയാണ് ഒരു രക്ഷയില്ലാത്ത. അപ്പൊ മക്കൾ എത്ര പേരുണ്ട്? മക്കള് 4 ആള്. 4 ആളുണ്ട്. 4 പേരും കല്യാണം കഴിച്ചു. ഓ, ഇപ്പൊ കല്യാണം കഴിഞ്ഞു. കുട്ടികളായി പേരക്കുട്ടികളായി. ആലപ്പുഴ ഇരിക്കണം, ചെറിയ ആലപ്പുഴ ഇരിക്കുന്നു. ഓ, അവിടെ കല്യാണം കഴിച്ചു കുട്ടിനെയും പെണ്ണും കുട്ടിയൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്നു. വിളിക്കണ്ട, ഒന്നും കൂടി ദിവസം വിളിക്കുകയാണ്. അതെ അല്ലേ? അമ്മനെ വിളിക്കും വരുവൊക്കെ കഴിഞ്ഞ് ഓണത്തിന് വരാൻ കണ്ടിരുന്നു. ഓ, ശരി ശരി. മഴ 100 കാലം ഇരിക്കും എന്റെ മക്കളുടെ 100 കാലം ഇരിക്കും. അമ്മച്ചി പറഞ്ഞ എന്താണെന്നറിയോ സാറിനോട്? 100 വർഷം ആയുസ് ഇരിക്കട്ടെ പ്രാർത്ഥിക്കാന്നാണ് അമ്മച്ചി പറയുന്നത്. ശരി അമ്മച്ചി, ശരി എന്നാ. ഓ ശരി. ആ ശരി. ഓ, വരും അമ്മച്ചി. ശരി ശരി. സന്തോഷം. 100 കാലം എന്റെ മക്കളേക്ക് ഞാൻ ചത്തുപോയാലും എന്റെ മക്കളെ പോ സാർ എന്നാലേ. ശരി അമ്മച്ചി. ആ, നിങ്ങൾ ഇവിടെ എത്ര പേര് ഇവിടെ താമസിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്? ഞങ്ങളിപ്പോ 1 2 ഇവര് 3 അവിടെ ഒരു വീടുണ്ട്. അങ്ങനെ ഇതിപ്പോ ആരുടെ വീടാണ് ഇങ്ങനെ കുടില് പോലെ? എന്റെ ഇളയച്ഛന്റെ മകളാതിൽ ഈ വീട്ടിലുള്ള അവരുടെ അമ്മ. അത് ശരി. അതെന്താ ഈ വീടെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഇതിൽ ഇരിക്കുന്ന പറഞ്ഞാൽ അവർക്ക് വീട് കിട്ടാണ്ടായപ്പോ അവരിങ്ങനെ വെച്ച് കെട്ടിയിരിക്കും. അപ്പൊ ഇത് പഞ്ചായത്തിൽ അപേക്ഷയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു? കൊടുത്തിട്ടൊക്കെ ഉണ്ട്, കിട്ടിയില്ലല്ലോ, കിട്ടണില്ലല്ലോ. എത്ര തവണ അപേക്ഷ കൊടുത്തു? കുറെ തവണ കൊടുത്തായിരുന്നു? കൊടുത്തിട്ടുണ്ട്. അത് ശരി. എന്നിട്ടും കിട്ടിയിട്ടില്ല. ഇതിപ്പോ ഇവരുടെ സ്വന്തം സ്ഥലമാണോ? സ്വന്തം സ്ഥലമാണ്. എന്നിട്ടും അവർക്ക് കിട്ടുന്നില്ല. പറഞ്ഞ അമ്മന്റെ സ്ഥലത്തിലാണ് വീട് കെട്ടിയിരിക്കുന്നത്. ഇപ്പൊ എന്തൊക്കെ ജോലിയാ നിങ്ങൾ എടുക്കുന്നത്? പാടത്ത് എന്ത് പണിയുണ്ടെങ്കിലും പാടത്തെ പണിക്കണം. അപ്പൊ നിങ്ങൾ കർഷക തൊഴിലാളികളാണ് അല്ലേ? ഇപ്പൊ ജോലി ഉണ്ടോ? ഇല്ല, ഇപ്പൊ പണിയേ ഇല്ല. അതെന്താ കാര്യം? എന്താ? ഈ മാവുകളൊക്കെ വെച്ച കാരണം നമുക്ക് അത്ര പണിയില്ല. അപ്പൊ ഈ പാടത്ത് ഇപ്പൊ മാവ് വെച്ച കാരണം പണിയില്ല നിങ്ങൾക്ക്? എവിടെങ്കിലും കിട്ടിയാ പോകും. ഓ, അത് ശരി. അപ്പൊ ഇപ്പൊ കഷ്ടമാണ് ജീവിതം അല്ലേ? പിന്നെ പഞ്ചായത്ത് തൊഴിലുറപ്പ് പണി ഉണ്ടെങ്കിൽ അത് പോകും. തൊഴിലുറപ്പ് പണി ഒരു മാസത്തിൽ എത്ര പണി കിട്ടും? 100 പണിയാണ് ഒരു വർഷത്തിന്. ഒരു വർഷത്തിൽ 100 പണിയാണ്. അപ്പൊ എല്ലാവർക്കും കിട്ടും? എല്ലാവർക്കും കിട്ടും. പിന്നെ റേഷൻ ഒക്കെ കിട്ടും അല്ലേ? അത് ഫ്രീ ആണോ? റേഷൻ ഫ്രീ ആണോ? ഫ്രീ ആണ്. അപ്പൊ അങ്ങനെയൊക്കെ ജീവിച്ചു പോവുകയാണ് അല്ലേ? അത് ശരി. ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് രാധ. എന്തായാലും നമ്മൾ അവിടെ നിന്ന് അമ്മച്ചിമാരോടൊക്കെ സംസാരിച്ചതിന് ശേഷം തിരിച്ചു പോവുകയാണ്. നമ്മളിങ്ങനെ വളരെ യാദൃശ്യമായിട്ട് ഇങ്ങനെ കടന്നുപോയ സമയത്താണ് ഒരു അമ്മൂമ്മ അവിടെ ആ ഒരു വീടിന്റെ ഉമ്മറത്തിരിക്കുന്നത് കണ്ടത്. അങ്ങനെ ജസ്റ്റ് ഒന്ന് അമ്മച്ചിയോട് സംസാരിക്കാമെന്ന് വിചാരിച്ച് പോയതാണ് കേട്ടോ. നല്ല രസമാണ് അമ്മച്ചിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാനായിട്ട്. നമുക്കിനി അധികം സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോരുകയാണ് ചെയ്തത്. അമ്മച്ചിക്കും വലിയ സന്തോഷം നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും. പിന്നെ അവിടെ കണ്ടില്ലേ കുറേ ചെറിയ വീടുകളൊക്കെ നമുക്ക് കാണാം. അത് ഈ പറഞ്ഞ രീതിയിൽ ഈ പഞ്ചായത്തിൽ നിന്ന് പുതിയ വീടുകൾ അനുവദിച്ച് കിട്ടേണ്ട സമയം കഴിഞ്ഞതാണ്. പക്ഷെ എന്താണെന്നറിയില്ല, അത് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അവരുടെ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ അവർ നമ്മളോട് പറഞ്ഞു കേട്ടോ. നമ്മളൊക്കെ ശരിക്കും നമ്മൾ ഇതിലൂടെയൊക്കെ പാസ് ചെയ്ത് പോകുമ്പം നമ്മൾ നേരെ സീതാർകുണ്ട് വെള്ളച്ചാട്ടവും ഈ മനോഹരമായ കാഴ്ചയൊക്കെ കണ്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെയുള്ള കുറെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. പാവങ്ങളാണ്, വളരെ സാധുക്കളാണ് കേട്ടോ. ആ അമ്മച്ചിയുടെ വർത്താനം തന്നെ കണ്ടില്ലല്ലേ? അവരുടെ ഒരു പ്രധാന വിഷമം എന്ന് പറഞ്ഞാൽ ഈ ഭാഗങ്ങളില് പാടശേഖരങ്ങൾ നികത്തിയിട്ട് അവര് മാവ് വെക്കുന്നുണ്ട്. അപ്പൊ അവര് കർഷക തൊഴിലാളികളാണ്. അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ജോലി കിട്ടാതാവുന്നുണ്ട്. അപ്പൊ അത് കാരണം അവർക്ക് ഒരു ജീവനോപാധി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പലയിടത്തും നമ്മൾ കാണാം ഈ വയലില് കൂന കൂട്ടിയിട്ട് മാവിൻ തൈ നട്ടു വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഭാവിയിൽ ഈ ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു പാടശേഖരങ്ങൾ ഇവിടെ കുറച്ച് നാൾ കഴിയുമ്പോൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയുണ്ട് ഇപ്പൊ. ശരിയാ. പിന്നെ പണിക്കാരും കുറവാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ഈ പറഞ്ഞ രീതിയിൽ കളയൊക്കെ പറിച്ച് അല്ലെങ്കിൽ ഞാറൊക്കെ നട്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഈ മാവിൻ തോട്ടം വന്നേ പിന്നെ അവർക്ക് അധികം പണിയൊന്നുമില്ലെന്ന് പറഞ്ഞത്. കാരണം മാവ് ഒരു തവണ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലല്ലോ, വളർന്നു വരികയാണ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടൊപ്പം ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ പ്രകൃതിദത്തമായിട്ട് വന്നിട്ടുള്ള ഈ പാടശേഖരങ്ങളങ്ങ് ഇല്ലാതാവും. അതെ അതെ അതെ. അങ്ങനെ ഒരു ഈ പാടശേഖരങ്ങളാണല്ലോ ഈ ഒരു ഭാഗത്ത് താമരക്കുളത്തിൽ. തീർച്ചയായും നമ്മളൊക്കെ ഇവിടെ എത്തിപ്പെടാനുള്ള കാരണം അത് തന്നെയാണ്. പക്ഷെ അതിന്റെ പുറകിൽ അധ്വാനിക്കുന്ന ഇതുപോലെ ഒരുപാട് ജനങ്ങളുണ്ട് കേട്ടോ. അത് നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത്. അവര് തികച്ചും ഒരു ദാരിദ്ര്യാവസ്ഥയിലാണ് ഉള്ളത്. അവരുടെ സങ്കടങ്ങളൊക്കെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു. അതെ അതെ. ഭാവിയിലേക്ക് ചിലപ്പോൾ സർക്കാർ അവർക്ക് പുതിയ വീടും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കുമായിരിക്കും എന്ന് വിശ്വസിക്കാം. അതേ ഇപ്പൊ നിവൃത്തിയുള്ളൂ. അപ്പോൾ അതങ്ങനെ നമുക്കിനി ബാക്കി യാത്ര തുടരാം.
അപ്പോൾ എന്തായാലും നമ്മൾ സീതാർകുണ്ടിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്ന് നമ്മളിപ്പോൾ ആനമാറി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ യാദൃശ്യമായിട്ട് നമ്മുടെ ഷാബുവിനെ കണ്ടു. കഴിഞ്ഞ യാത്രയിലൊക്കെ നമ്മളോടൊപ്പം ഷാബു ഉണ്ടായിരുന്നു. ഷാബു താമസിക്കുന്നത് ആനമാറിയിലാണ്. വളരെ യാദൃശ്യമായി കണ്ടതാണ് കേട്ടോ. ഇദ്ദേഹം ഇപ്പം പഠിക്കാനൊക്കെ പോയിരുന്നു അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് പഠിക്കാൻ പോകാൻ നിൽക്കുമായിരുന്നു. ഇപ്പോൾ ഒരു 1.5 വർഷമായിരുന്നു നമ്മൾ വന്നത് അല്ലേ? 1.5 വർഷം മുമ്പ് ഞങ്ങൾ വന്ന സമയത്ത് ഷാബു പഠിക്കാൻ പോയി. ഇപ്പോൾ തിരിച്ചു വന്നു. കോഴ്സൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഇപ്പോൾ വന്നു. കറക്റ്റ് സമയത്ത് ഇവിടെ വന്നിപ്പോൾ കാണാനേ സാധിച്ചു. നമ്മുടെ ജയൻചേട്ടൻ്റെ ചായക്കടയ്ക്ക് ഇവിടെ ഉണ്ട്. എന്നാൽ പിന്നെ ഒരു ചായയും കുടിച്ചിട്ട് പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് ഇങ്ങോട്ട് പോകുന്നത്. ഒരു ചെറിയ ഗ്രാമം, ഒരുപാട് സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത അല്ലേ ഒരു ഗ്രാമമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഏത് സിനിമ ആയിരുന്നു നമ്മൾ മൊയ്തീൻ കുഞ്ഞിരാമായണം, പിന്നെ അതുപോലെ കൂമൻ റീസെന്റ് ആയിട്ട് കൂമൻ ഇവിടെ എടുത്തായിരുന്നു അല്ലേ? അതുപോലെ ഒരുപാട് സിനിമകൾ ഇങ്ങനെ റീസെന്റ് ഈ ആൽത്തറയിലാണ്. അതെ ആൽത്തറയെ കേന്ദ്രീകരിച്ച് അന്തരീക്ഷം കാര്യങ്ങളൊക്കെ കടയൊക്കെ ജയൻചേട്ടൻ്റെ കടയാണ് മെയിൻ. അതൊരു പഴയ ഒരു ബിൽഡിംഗ് ആണ് അല്ലേ? പഴയ ഒരു തനിമ നിലനിർത്തുന്ന ഒരു സ്ഥലം അല്ലേ? കേരള തനിമയുള്ള ഒരു ബിൽഡിംഗ് ആണ്. നമ്മൾ മുൻപ് പള്ളിയുടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു, പോയിരുന്നു, അവിടെയൊക്കെ പോയിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ വഴിക്ക് പാലം നായാടി സമൂഹമൊക്കെ താമസിക്കുന്ന ഭാഗത്തൊക്കെ പോയിരുന്നു, തൊട്ടപ്പുറത്ത്. അങ്ങനെ കഴിഞ്ഞ യാത്രയിൽ ഈ സ്ഥലങ്ങളൊക്കെ വന്നു പോയതാണ്. ഇവിടെ ഇന്ന് വരാനുള്ള പ്രധാന കാരണം ജയൻചേട്ടൻ്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോഴാണ് യാദൃശ്യമായിട്ട് നമ്മുടെ ഷാബുവിനെ കണ്ടത്. ഈ ഒരു സ്ഥലം ഒരു രക്ഷയില്ല കേട്ടോ. വൈകിട്ട് സമയങ്ങളിലൊക്കെ വന്നിരിക്കാൻ ഒരു ഫീലായിരിക്കും അല്ലേ? നല്ലൊരു വൈബാണ്. പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ഒരുപാട് ചേട്ടന്മാരിരുന്ന് ഇങ്ങനെ ഈ ആൽത്തറയിൽ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരിപ്പുണ്ട്. അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി ഒരു ചായ കുടിക്കാം. ചായ കുടിക്കല്ലേ? ചായ കുടിക്കല്ലേ സാറേ? അപ്പം അത്യാവശ്യമായിട്ട് ഇനി ചായ കുടിക്കാം. അപ്പോൾ എന്തായാലും ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇവിടെ കുറച്ച് നേരം ഇരുന്ന് ഇവിടുത്തെ നാട്ടുകാരൊക്കെ ആയിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം സമയം പോയി. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം വന്നുകൊണ്ടാന്ന് തോന്നുന്നു. എല്ലാവരുമായിട്ട് ഇവിടെ കമ്പനി ആയിപ്പോ. ഒരു പ്രത്യേക സന്തോഷം ഷാബുവിനെ കണ്ടതിലാണ്. പ്രതീക്ഷയായിട്ട് കണ്ടുപിട്ടി ഒരു കൊല്ലമായെന്ന് തോന്നുന്നല്ലേ? 1 വർഷം കഴിഞ്ഞപ്പോ. അപ്പോൾ ശരി, ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. നെക്സ്റ്റ് ടൈം കാണാം. അപ്പോൾ ഓക്കെ ഷാബു, സന്തോഷം. കാണാൻ വീണ്ടും. ശരി. നമ്മളങ്ങനെ കുറച്ചുകൂടി ദൂരം മുന്നോട്ട് വന്നു. ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥലം വാമല പല്ലാവൂർ മുരുകൻ ക്ഷേത്രം. മുരുകൻ ക്ഷേത്രത്തിലേക്ക് എത്തിയില്ല, പോകുന്ന വഴിക്കാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ പാറയുടെ മുകളിലായിട്ടാണ് മുരുകൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു ക്ഷേത്രവും അതോടൊപ്പം തന്നെ വളരെ മനോഹരമായ ഒരു പ്രദേശം കൂടിയാണ് കേട്ടോ. ഈ ഒരു മുരുകക്ഷേത്രത്തിൻ്റെ മുകളിലെത്തിക്കഴിയുമ്പം താഴേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു ദൃശ്യഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് ലാലേട്ടൻ്റെ മകൻ പ്രണവ് മോഹൻലാൽ അഭിനയിച്ച ഹൃദയം എന്ന് പറഞ്ഞ സിനിമയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഈ ഒരു വാമന ക്ഷേത്രത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പ്രത്യേകത കൂടി ഈ ഒരു സ്ഥലത്തിനുണ്ട് കേട്ടോ. ഈ ഒരു സിനിമ വന്നതിന് ശേഷം ഈ ഒരു സ്ഥലം കുറച്ചുകൂടി പ്രസിദ്ധമായിരിക്കുകയാണ്. നമ്മൾ പോകുന്ന വഴിയായതുകൊണ്ട് ഈ ഒരു ക്ഷേത്രത്തിൽ കൂടി കയറി അവിടുത്തെ ഒരു കാഴ്ച കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇത്ര അടുത്ത് വരെ വന്നിട്ട് ഇവിടെ കയറാതെ പോകുന്നത് മോശമല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പാറയുടെ മുകളിലൂടെ നടന്ന് ആ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോയി വരാം. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ചെറിയ ട്രെക്കിംഗ് അല്ലേ സാറേ? മലകയറ്റം കുറേ ദിവസങ്ങളായിട്ട് ഇല്ലാതിരുന്നായിരുന്നു. ഇപ്പോൾ എന്തായാലും നമ്മളിതാ മല കയറിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക്. അധികം ദൂരമൊന്നുമില്ല കേട്ടോ, ഒരു 300 മീറ്റർ അല്ലെങ്കിൽ ഒരു 400 മീറ്റർ മാക്സിമം അല്ലേ? അത്രയൊക്കെ വരാൻ വഴിയുള്ളൂ പ്രധാന പാതയിൽ നിന്ന്. ഏവർക്കും അനായാസം നടന്നു പോകാനായിട്ട് സാധിക്കും. നല്ല കാറ്റുള്ള ഒരു പ്രദേശമായിരിക്കും. ഇനിയിപ്പം മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എത്രമാത്രം പറയുന്നത് കേൾക്കാൻ പറ്റും എന്നറിയത്തില്ല. അതെ സ്റ്റീപ്പൊന്നുമല്ല, കാറ്റുണ്ട്. അല്ലെങ്കിലും ഈ പാലക്കാട് ഭാഗത്ത് വരുമ്പോഴത്തേനും കുറച്ച് കാറ്റ് കൂടുതലാണ്. നമ്മൾ പാടശേഖരങ്ങളിലൊക്കെ പോയപ്പോൾ കണ്ടില്ലേ, നല്ല കാറ്റാണ്. അപ്പോൾ ആ പാടശേഖരത്തിനേക്കാളും കൂടുതൽ കാറ്റ് ഇവിടെ കാണാൻ സാധ്യതയുണ്ട്. മുകളിലേക്ക് പോയി നോക്കാം. എന്തായാലും അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചു വരാം. അവിടെ വെച്ചൊന്നും പറയാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ തിരിച്ചു വന്നിട്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ, അതായത് ഈ ഒരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങൾ പറയുന്നതായിരിക്കും. കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാലാപനം കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടിന പുത്തിലങ്ങി ചോട്ടിൽ മലർമുത്തു കോർക്കാൻ
ഇളവേൽക്കാൻ മോഹം. അപ്പോഴെന്തായാലും വാമല പല്ലാവൂർ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ തിരിച്ചിറങ്ങിയേട്ടോ. ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ നല്ല കാറ്റായിരുന്നു മുകളില്. കൂടാതെ അവിടെ ഭക്തിഗാനവും ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഒന്നും സംസാരിക്കാനായിട്ട് സാധിച്ചില്ല. അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോരുകയാണ് ചെയ്തത്. എന്തായാലും ആ ഒരു ക്ഷേത്രത്തിൽ പോയത് നഷ്ടമായില്ല. പ്രധാനമായിട്ടും ആ ഒരു ലൊക്കേഷൻ ഒരു രക്ഷയില്ല. എന്നെ ഏറ്റവും ആകർഷിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആ ഒരു മരമാണ് കേട്ടോ. ആ ഒരു മരം ഫ്രെയിം ആക്കിയിട്ട് ഒരു പിക്ചറോ അല്ലെങ്കിൽ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അസാധ്യമായ ഒരു ഫ്രെയിം എന്ന് വേണമെങ്കിൽ പറയാം. വെറുതെ അല്ല ഹൃദയം സിനിമയിലൊക്കെ ആ ഒരു ക്ഷേത്രവും അതിന്റെ പരിസരങ്ങളൊക്കെ വന്നത്. നല്ലൊരു സ്ഥലമായിരുന്നു അല്ലെ സാറേ? പ്രത്യേകിച്ച് ആ ഒരു മരം അവിടെ നിൽക്കുന്ന കാഴ്ച, അത് ആ കുന്നിന്റെ മേളിൽ ആ ഒരു മരം മാത്രമാണുള്ളത്. അത് നമ്മളത് മനസ്സിലാക്കിയത് അതൊരു ചെമ്പകത്തിന്റെ മരമാണ്, ചെമ്പക മരമാണ് എന്നാണ് നമ്മളത് മനസ്സിലാക്കിയത്. അതിനകത്ത് ഇപ്പൊ പൂക്കളില്ല. പൂക്കളുള്ള സമയത്ത് അത് വേറൊരു ഭംഗി തന്നെയാണ്. അതോടൊപ്പം തന്നെ ആ ഒരു മലയുടെ മുകളിൽ നിന്ന് കാണുന്ന ഒരു ദൃശ്യ ഭംഗി അതും വിവരണാതീതമായ ഒരു കാഴ്ചയാണ്. അതെ അതെ. കാരണം എന്ന് വെച്ചാല് താഴോട്ട് നോക്കുമ്പോൾ പച്ച പരവതാനി വിധിച്ച നെൽപ്പാടങ്ങളും പിന്നെ ധാരാളം തെങ്ങുകളും പിന്നെ പാലക്കാടിന്റെ മുഖമുദ്രയായിട്ടുള്ള കരിമ്പനകളും അങ്ങിങ്ങ് നമുക്ക് കാണാൻ കഴിയും. പിന്നെ അങ്ങ് വളരെ വിദൂരതയില് സഹ്യപർവ്വത സ്ഥാനുക്കൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് മുകളിൽ നിന്നാൽ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. ആ ഒരു മരത്തിന്റെ ചുവട്ടിലായിട്ട് 2 മുനിയറകൾ നമുക്ക് കാണാൻ സാധിക്കും. പണ്ടത്തെ മുനിയറകളാണെങ്കിലും അത് നല്ല രീതിയിലൊന്നും അല്ല സൂക്ഷിച്ചിരിക്കുന്നത്. കുറെ ആൾക്കാർ അതിനകത്തൊക്കെ കൊണ്ട് വേസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും അതൊരു പണ്ടത്തെ മുനിയറയായിരുന്നു എന്നാണ് അവിടുത്തെ പൂജാരി നമ്മളോട് പറഞ്ഞത്. അനിൽ സാറ് പൂജാരിയൊക്കെ ആയിട്ട് കുറച്ചു നേരം സംസാരിച്ചു. അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് അല്ലേ? ഞാൻ പൂജാരിയോട്ട് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അത് മുനിയറയായിരുന്നു എന്ന്. അപ്പോൾ അതും നമ്മൾക്ക് അവിടെ വന്നു കഴിയുമ്പോൾ കാണാനായിട്ട് സാധിക്കും. മൊത്തത്തില് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു ഫ്രെയിം മനസ്സിൽ നിന്ന് ഇപ്പോഴും പോകുന്നില്ല. അതോടൊപ്പം തന്നെ അവിടുത്തെ ഒരു കാറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. ഒരുപാട് ആൾക്കാർ ആ ഒരു സ്ഥലത്ത് വന്ന് ഇരുന്ന് വിശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശികളായ ആൾക്കാരൊക്കെ ആ ഒരു മലയുടെ മുകളിൽ വന്ന് പല സ്ഥലങ്ങളിലേക്കായിട്ട് ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് കാഴ്ചകളൊക്കെ കണ്ടിരിപ്പുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് സന്ദർശകർ ആ ഒരു സ്ഥലം കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു സ്ഥലത്തിന്റെ ദൃശ്യഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷമാണ് നമ്മൾ തിരിച്ചു വന്ന് കാറിൽ കയറിയത്. പ്രത്യേകിച്ച് കൊല്ലംകോടൊക്കെ വരുന്ന ആൾക്കാർ പല്ലാവൂർ ഭാഗത്തേക്കാനും വരികയാണെങ്കിൽ ഈ ഒരു മനോഹരമായ ഒരു സ്ഥലം കൂടെ കണ്ടിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. വളരെ മനോഹരമായ ഒരു കാഴ്ച സമ്മാനിക്കുന്ന ഒരു ഇടം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ നല്ല സ്ഥലങ്ങൾ തന്നെയാണെന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ് മിസ്സാക്കാതെ ഈ ഒരു സ്ഥലം കൂടി കണ്ടിട്ട് പോകാനായിട്ട് പറയുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ഥലത്തിന്റെ ഡയറക്ഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പോരാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യം, വളരെ വീതി കുറഞ്ഞ വഴിയാണ്. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ എത്തിപ്പെടാനായിട്ട്. ടാറിങ്ങൊന്നും അത്ര പോരാ. അതുകൊണ്ട് ഈ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ സൂക്ഷിച്ചു വരിക. അപ്പോൾ ഇന്ന് നമ്മൾ യാത്ര ആരംഭിച്ചത് സീതാർകുണ്ടിനടുത്തുള്ള താമരപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടായിരുന്നു. അവിടെ നിന്ന് യാത്ര ആരംഭിച്ച് സീതാർകുണ്ടും അതോടൊപ്പം തന്നെ വളരെ മനോഹരമായ ഗ്രാമക്കാഴ്ചകൾ സമ്മാനിക്കുന്ന ഇടങ്ങളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് അവസാനം ഈ ഒരു ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? യെസ്. പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഒരു ചെറിയ കാര്യം, പറ്റുന്ന ആൾക്കാർ നമ്മുടെ ഇൻസ്റ്റ ID ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. ഇൻസ്റ്റയും ഫേസ്ബുക്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വെക്കുന്നതായിരിക്കും. ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. മറ്റൊരു വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ ഏവർക്കും ബൈ. യെസ്, ബൈ.